നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിനേറ്റ കനത്ത പരാജയമായി കൂടിയാണ് ബീഹാർ ജനവിധി വിലയിരുത്തപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നതും സമീപകാല തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വ്യക്തമാക്കുന്നു. ജാതി സംഘടനകളെ ഒപ്പം കൂട്ടിയും വർഗീയ വേർതിരിവുണ്ടാക്കിയും വോട്ടുകൾ കേന്ദ്രീകരിക്കാമെന്ന അമിത്ഷാ തന്ത്രം. പ്രാദേശിക നേതാക്കൾക്ക് പുല്ലുവില നൽകി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് നരേന്ദ്രമോദി നേരിട്ട് നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രചരണം. വെന്നിക്കൊടി പാറിക്കാമെന്ന കണക്കുകൂട്ടലിൽ മോഡി അമിത്ഷാ ദ്വയം മാസങ്ങൾക്ക് മുമ്പേ തന്ത്രങ്ങൾ മെനഞ്ഞ് നടത്തിയ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടുന്നതാണ് ബീഹാറിൽ കണ്ടത്. മോദി അമിത്ഷാ സഖ്യത്തിൻ്റെ വമ്പൻ പരാജയമാണ് അവിടെ ഉണ്ടായത്. മതജാതി ശക്തികളെ ഒരുമിപ്പിച്ച് അധികാരത്തിൽ വരിക എന്ന തന്ത്രമാണ് മോദിയും അമിത്ഷായും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരീക്ഷിച്ചത്. അത് ആവർത്തിക്കാനാണ് ഇപ്പോൾ ബീഹാറിലും കേരളത്തിലും ശ്രമിച്ചത്. കേരളത്തിലും ആ ശ്രമം പരാജയപ്പെട്ടു, ബീഹാറിൽ പരാജയപ്പെട്ടു. പ്രധാനമന്ത്രിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുകൂടിയാണ് ബീഹാർ ജനവിധി നൽകുന്ന സന്ദേശം. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ബീഹാറിന് 1,25,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചതും പിന്നീട് നടത്തിയ 31 തിരഞ്ഞെടുപ്പ് റാലികളിൽ നടത്തിയ വാഗ്ദാന പെരുമഴയും ബീഹാർ ജനത വിശ്വാസത്തിലെടുത്തില്ല. ദില്ലി നിയമസഭ, കേരളം, ഉത്തർപ്രദേശ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ്, ബീഹാർ നിയമസഭ തുടങ്ങി സമീപകാലത്ത് നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം മോഡി അമിത്ഷാ തന്ത്രങ്ങൾ പാളി. വികസനവും കരുതലും വാഗ്ദാനം ചെയ്ത് അധികാരത്തിലെത്തിയ മോഡി അസഹിഷ്ണുത മുഖ്യ പരിപാടിയാക്കിയപ്പോഴാണ് അധികാരത്തിലെത്തിയ ജനങ്ങൾ തന്നെ തിരിച്ചടി നൽകാൻ തുടങ്ങിയത്. BJPയുടെ കീഴ്പോട്ടുള്ള വളർച്ച മാത്രമല്ല സമീപകാല ജനവിധികൾ നൽകുന്ന സന്ദേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായക്ക് മങ്ങലേറ്റിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം കൂടിയാണ്. നരേന്ദ്രമോദി അമിത്ഷാ അപ്രമാദിത്വം വരും ദിവസം മുന്നണിയിലും പാർട്ടിയിൽ തന്നെയും ചോദ്യം ചെയ്യപ്പെടുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ദില്ലിയിലെ BJP ആസ്ഥാനത്തു നിന്നും M. സന്തോഷ്.